Hello everyone, ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈറ്റ് വെൽവെറ്റ് കപ്പ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വൈറ്റ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു ബോൾ എടുക്കുക, അതിനകത്തേക്ക് 1/4 കപ്പ് മൈദ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഹീപ്ഡ് ആയിട്ട് ബേക്കിംഗ് പൗഡർ, ഒന്നുകിൽ അരിപ്പയ്ക്കകത്ത് നമുക്ക് തള്ളിയെടുക്കാം, അല്ല എങ്കിൽ ഇതേപോലെ ഒരു വയർ വിസ്ക് യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മൈദയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ പ്രീഹീറ്റ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാം. യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യും. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 80 grams ബട്ടറാണ് വേണ്ടത്. 80 grams ബട്ടർ അത് ഈ ബോളിലേക്ക് ഇടുക. ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർക്കുക. ഇപ്പം നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബട്ടർ ചേർക്കാം. ഓക്കെ, ഇത് നല്ല സ്റ്റിഫ് ആകുന്ന വരെ ബീറ്റ് ചെയ്യുക. കമത്തിയ വീഴല്ല, അതേപോലെ ബീറ്റ് ചെയ്യാം. ഓക്കെ, മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബട്ടർ ആൻഡ് ഷുഗർ, ഓക്കെ, അത് നന്നായിട്ട് ക്രീം ചെയ്യുക. ഇപ്പോൾ ബട്ടർ ഷുഗർ നന്നായിട്ട് നമ്മൾ ക്രീം ചെയ്തു. ഇതിലേക്ക് എഗ് യോക്സ് ആഡ് ചെയ്യാം. നമ്മൾ 2 മുട്ടയുടെ ഉണ്ണിയാണല്ലോ, 2 എഗ് യോക്സും ആ കൂടെ തന്നെ നമുക്ക് വാനില എസൻസ് ചേർക്കാം. സോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സോൾട്ട് ഒരു പിഞ്ചിടാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബട്ടർ ഹാഫ് സോൾട്ടഡും ഹാഫ് അൺസോൾട്ടഡും, അപ്പോൾ അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ഒട്ടും ക്രിസ്റ്റൽസ് ഉണ്ടാവില്ല, നല്ല സ്മൂത്ത് ആയിരിക്കണം, അതുവരെ ബീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നല്ല തിക്കായി, നല്ല ഫ്ലഫിയായി കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കേർഡ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കേർഡും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങും, കണ്ടപ്പോൾ അതന്നെ വരും. ആ മിക്സ്ചർ ഇടുക. ഇനി നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കാം. ഇനി വീണ്ടും ബീറ്റ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൈദ ബേക്കിംഗ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്ത് ആഡ് ചെയ്യാം. ഏറ്റവും ലോ സ്പീഡിലിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇട്ടിട്ട് ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ എഗ് വൈറ്റിൻ്റെ മിക്സ്ചർ ഇതിനകത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. എഗ് വൈറ്റിനകത്തേക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ കളറ് ചേർക്കേണ്ടവർക്ക്, റെഡ് വെൽവെറ്റ് ആക്കേണ്ടവർക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കളർ ചേർക്കാം. ജെല്ലാണെങ്കിൽ ലിക്വിഡ് റെഡ് കളർ ജെല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഫ്യൂ ഡ്രോപ്സ് ഉപയോഗിക്കാം. എഗ് വൈറ്റിനകത്തേക്ക് ഫുള്ളി ഇൻകോർപ്പറേറ്റഡ് ആവണം കേട്ടോ, ഫുള്ളായിട്ട് മിക്സ് ആവണം, അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഇവിടെ ജോലി കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ കപ്പ് കേക്ക് ട്രേ ഞാൻ ഇങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പല സൈസിൽ കിട്ടും. ഇത് ചെറിയ കപ്പ് കേക്ക്സ്, അപ്പോൾ നമ്മൾ മിനി കപ്പ് കേക്ക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് ഒഴിക്കാം. ഇപ്പം ഗ്ലാസ്സിലേക്കോ എന്തെങ്കിലും പാത്രത്തിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക. അതിനകത്തേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ഇടാം. അതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് പൈപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കപ്പ് കേക്ക് ടിന്നിലിടുമ്പോൾ ഒരു 1/4 ഭാഗം കൊണ്ടാൽ മതി കേട്ടോ, നിറച്ചെടുക്കല്ല. ഒരു കപ്പ് കേക്ക് ടിന്നിൻ്റെ 3/4 കൊണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 12 കപ്പ് കേക്ക്സിന് ഇത് കറക്റ്റായി ബാറ്റർ. അപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ് കേക്ക് അവനിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതായിട്ടുണ്ടെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പ്രിക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അടുക്ക് പ്രിക്ക് ചെയ്ത് നോക്കുക. പ്രിക്ക് നോക്കുമ്പോൾ ക്ലീൻ ആണെങ്കിൽ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഐസിങ് ചെയ്തെടുക്കാം. ഇതിന് ഞാനൊരു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗാണ് കൊടുക്കുന്നത്.
ക്രീം ചീസിൻ്റെ വളരെ മൈൽഡ് ഒരു ഫ്ലേവർ ഉള്ളൊരു ഫ്രോസ്റ്റിംഗ്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ. അപ്പം ബട്ടർ 150 ഗ്രാംസ്. ഇതിലേക്ക് 1 കപ്പ് ഷുഗറിനെ ഇപ്പം ചേർക്കുക, വേണമെങ്കിൽ കുറച്ചുകൂടെ പിന്നീട് ചേർക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി ലൂസാണെന്ന് കാണുമ്പം ഞാൻ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഞാനൊരു 1/4 കപ്പും കൂടെ ചേർക്കുക. ഇത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം പരുവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ക്രീം ചീസ് ആഡ് ചെയ്യും കേട്ടോ. ക്രീം ചീസ് നമുക്കൊരു 50 ഗ്രാംസ്. ക്രീം ചീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റ്സിലൊക്കെ കിട്ടും. അത് ഒരു 50 ഗ്രാംസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഇടാം. ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കൂടുതലായി പോവല്ല, ഒത്തിരി ലൂസായി പോവും. കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാം. ഓക്കെ, ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തു. ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കപ്പ് കേക്ക്സിലേക്ക് പൈപ്പ് ചെയ്യാനായിട്ടാണ്. ഫുൾ കൂളായി കഴിയുമ്പോൾ പൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ പൈപ്പ് ചെയ്യാനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തു. ഒരു നോസിൽ, ഇഷ്ടമുള്ള നോസിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിലാണ്, ചെറുതാണ്. അപ്പോൾ ചെറിയ കപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നോസിലാണ് എടുത്തേക്കുന്നത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം പൈപ്പിംഗ് ബാഗ് ഇടുക. ഈ നോസിൽ അതിനകത്തേക്ക് ഇടുക. ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നോസിലിൻ്റെ അറ്റമെല്ലാം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കണം. നമുക്കിത് പൈപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ടേണിംഗ് ടേബിളൊന്നും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈ പിടിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നടുക്ക് ആദ്യം പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ കൂടി ഇങ്ങനെ. അങ്ങനെ ഓരോന്നും ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ എല്ലാ കപ്പ് കേക്ക്സും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഓരോ ഫ്ലവറോ അങ്ങനെയെല്ലാം വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് വിത്ത് ചീസ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ആക്ച്വലി ചെറിയൊരു പുളിയും ക്രീം ചീസിൻ്റെ ചെറിയൊരു പുളിയും ഉണ്ടാവും. പിന്നെ ബട്ടറിൻ്റെ റിച്ച്നെസ്സും എല്ലാം കൂടെ വരും. അപ്പോൾ കപ്പ് കേക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. കപ്പ് കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, വിത്തൗട്ട് ഐസിങ്ങും ഈ കപ്പ് കേക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നുപോലും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.